ഇന്നത്തെ വീഡിയോ പരിചയപ്പെടുത്തുന്നത് ലോയ്സ് ഗാർഡൻ എന്ന് പറയുന്ന കമ്പനിന്റെ ക്രെഡിബിൾ ഹോം എന്ന് പറയുന്ന ഒരു പെർഫ്യൂമാണ് കേട്ടോ. കണ്ട പെർഫ്യൂമിന്റെ ബോട്ടിൽ ബോക്സ് ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നതും പുറമെ നമ്മളെ കൂട്ടത്തിൽ നമ്മളെല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മൾ ഡീക്കൻഡുകൾ ഇതേപോലത്തെ 8ml ബോട്ടിൽ നമ്മളിവിടെ സെയിൽ ചെയ്യുന്നതാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യം കൂടിയാണ്. ഇത് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് അതിന്റെ ഒരു റിവ്യൂ ചെയ്യാന്ന് കരുതി. കാരണം ഈ ക്രെഡിബിളിന്റെ റിവ്യൂ നമ്മൾ ഇതിന്റെ മുന്നേ ചെയ്തിട്ടില്ല. ലോയ്സ് ഗാർഡൻ ക്രെഡിബിൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പോയി. കാരണം ഫ്രഷ് അക്വാട്ടിക് സ്മെല്ലുകൾ സെർച്ച് ചെയ്യുന്ന ആളുകൾക്ക് മിനിമം ഒരു 3 to 5 hours മുകൾക്ക് ലാസ്റ്റിംഗ് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ് ലോയ്സ് ഗാർഡന്റെ ക്രെഡിബിൾ എന്ന് പറയുന്ന ഈ ഒരു പെർഫ്യൂം. ഇതിന്റെ നോട്ട്സ് ഒക്കെ നമുക്ക് കറക്റ്റ് പോവാണെന്നുണ്ടെങ്കിൽ ഉള്ളെന്നുള്ളൊരു നോട്ട്സ് ഉണ്ട്. ഇതിന്റെ ഒരു നൊസ്റ്റാൾജിയ ഓർമ്മ എനിക്ക് ഇതിലുണ്ട്. കൂട്ടത്തിൽ ഞാൻ വേറെ കാര്യം ആ ഫ്രഷ് മിന്റ് നല്ല ഒരു ലെമൺ സിട്രസി നോട്ട്സും നല്ലൊരു അക്വാട്ടിക് നോട്ട്സും ഒക്കെ പാടെയാണ് ടോട്ടൽ ഓപ്പൺ ആയിട്ട് വരുന്നത്. പിന്നെ ഇത് കറക്റ്റ് വരുന്നത് അൽറിഹാബിൽ വരുന്ന അൽറിഹാബിന്റെ സിൽവർ എന്നോട് ഫ്രാഗ്രൻസിനോട് ചെറിയൊരു സാമ്യം. കൂട്ടത്തിൽ എനിക്ക് എന്റെ ഓർമ്മയിലുള്ളത് നമുക്കിപ്പം ഈ ഭാഗത്തൊക്കെ കേരളത്തില് മലപ്പുറം ജില്ലകളിലൊക്കെ ഉണ്ടെങ്കിൽ എല്ലായിടത്തും എങ്ങനെയാണെന്ന് എനിക്ക് അറിയൂല. കാരണം ഇവിടെയൊക്കെ ഉള്ള ഒരു സ്മെല്ലുണ്ട്, ചെമ്പകപ്പൂവിനൊരു വൈറ്റ് ചമ്പകം ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ കഴിയും. ആ പൂവിന്റെ ചെറിയൊരു സ്മെല്ല് എവിടേക്കോ, ഒറിജിനൽ പൂവിന്റെ ചെറിയ സ്മെല്ല് എവിടേക്കോ വന്നും പോയി നിൽക്കുന്നുണ്ട് കേട്ടോ. കറക്റ്റ് അങ്ങനെയാണ് എനിക്ക് കിട്ടുന്ന നോട്ട്സ്. നല്ല ഫ്രഷ് സ്മെല്ല്. അയ്യവാ കറക്റ്റ് വീണ്ടും എനിക്കത് ഇങ്ങനെ വന്നു വരുന്ന എന്റെ ഓർമ്മയിൽ വരുന്ന ആ പഴയ ഓർമ്മ എന്നുള്ളത് വൈറ്റ് ചമ്പകത്തിന്റെ ആ സ്മെല്ലാണ്. കാരണം നമുക്ക് ചമ്പകത്തിന്റെ അത്ര ഇവിടെ ഉണ്ടെങ്കിലും ഇത്തിരി സിന്തറ്റിക് സ്മെല്ലുകളും അതിൽ അവിടേക്ക് നല്ലപോലെ പ്രൊജക്ട് ചെയ്ത് ഇങ്ങനെ വരലുണ്ട്. ഇത് അത്ര തന്നെ ഡാർക്ക് അല്ല. ഇത് ലൈറ്റ് ചെമ്പകപ്പൂവിന്റെ സ്മെല്ലും ആ ക്രെഡിബിൾ എന്ന് പറയുന്ന ആ ഒരു ക്രെഡിബിലിറ്റി ഉണ്ടല്ലോ, അതൊക്കെ ഇതിൽ ഹൈപ്പ് ചെയ്യിപ്പിക്കാൻ ഒരു കാരണമാവുന്ന ഒരു പെർഫ്യൂമായിക്കാണ് നമുക്ക് ഇതിനെ പരിചയപ്പെടാം. ഇതിന് ഷിപ്പിംഗ് അടക്കം കേരളത്തിന്റെ ഉള്ളിൽ നമ്മൾ ചാർജ് ചെയ്യുന്നത് 280 രൂപയാണ് 8ml. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഫ്രഷ് അക്വാട്ടിക് ഇത്തിരി ഫ്ലോറൽ നോട്ട്സും പിന്നെ മിന്റ് ലെമണ്. പിന്നെ ഇതിന് ഇങ്ങനെ സ്മെല്ലൊക്കെ വരുന്നത് നമ്മളെ സവനപ്പ് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഒരു ഫ്രഷ് സ്മെല്ല് ഇങ്ങനെ വരും. നിങ്ങൾക്ക് തോന്നിക്കണോ എനിക്കറിയില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. ആ ഒരു സ്മെല്ലൊക്കെ ഇതിനെ വരുന്നുണ്ട്. ഇനി ലാസ്റ്റിങ്ങിന്റെ കാര്യം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 to 4 hours വരെ ഷുവറായിട്ട് നമുക്ക് ലാസ്റ്റിംഗ് ഉണ്ട്. ഇതിന്റെ പിന്നെ പ്രൊജക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ചുരുങ്ങിയ രൂപത്തിൽ പ്രൊജക്ഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 2 hours താഴേക്ക് ഇതിന് പ്രൊജക്ഷൻ ഉള്ളൂ. അപ്പൊ ഒന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് ഇതാണ്. ഈ വീഡിയോത്തിൽ നമ്മൾ വേറെ പെർഫ്യൂം പരിചയപ്പെടുത്തി. ഫോഗിന്റെ ഒരു ഡിയോഡറന്റ് ആണ്. ഇത് ഞാൻ പരിചയപ്പെടുത്താനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുപാട് കാലമായി ഈ ഒരു പീസ് ഞാൻ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട്, നമ്മുടെ ഷോപ്പിൽ വിൽക്കപ്പെടുന്നുണ്ട്. 225 റുപ്പീസാണ് ഇതിന് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഏകദേശം ഒരു 220 റുപ്പീസിനൊക്കെ നമ്മൾ പൊതുവെ കൊടുക്കാറുണ്ട്. ഇതിന് റിപ്പീറ്റഡ് കസ്റ്റമർ കണ്ടമാനം വരുന്നുണ്ട്. പുറമെ ഇത് ഇവിടെ സെയിൽ ചെയ്യാനുള്ളതിന് കാരണം നമ്മൾ ഇത് ഡിസൈൻ ചെയ്ത് നമ്മൾ മുഹ്സിനാണ് നമ്മളെ പിന്നെ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് അവര് വർക്ക് എടുത്ത ആ പാർട്ടിയാണ് അവർ എന്നോട് പറഞ്ഞത് ഈ ഒരു പെർഫ്യൂം നല്ല പെർഫ്യൂമാണ് റോയൽ എന്നുള്ളത്, ഫോഗിൽ റോയൽ എന്നുള്ളത്. അപ്പോഴാണ് ഞാനിത് സെർച്ച് ചെയ്യുന്നതും എനിക്കത് കിട്ടിയതൊക്കെ പർച്ചേസ് ചെയ്തൊക്കെ ഇവിടെ കൊണ്ടു വെക്കുന്നതൊക്കെ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പാക്കോ റബാന 1 million സ്മെല്ല് എങ്ങനെയാണോ അതന്നെയാണ് ഫോഗില് അതിന്റെ ഇൻസ്പയർഡ് വേർഷൻ ഒരു ഡിയോ പെർഫ്യൂം ആയിക്കാണ്ട് ഈ ഫോഗിനെ നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റും. തരക്കേടില്ലാത്ത ലാസ്റ്റിംഗ് ഉണ്ട്. കാരണം ഇതിൽ ഓയിൽ കണ്ടന്റ് ഇത്തിരി കൂടുതൽ വരുന്നതുകൊണ്ട് തന്നെ അത് നമുക്ക് എന്തായാലും മുന്നിൽ പറയണം. ഇതിന് പ്രൈസ് വരുന്നത് 225 റുപ്പീസാണ്. 220 റുപ്പീസിന് നമ്മൾ ചാർജ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇത് നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. പുറമെ ഡിയോഡറന്റുകൾ ഒരുപാട് കളക്ഷൻസ് മീൻസ് നിങ്ങൾക്ക് ഒരുപാട് ഡിയോ നോക്കുന്നുണ്ടെങ്കിൽ ഇൻസ്പയർഡ് വേർഷൻ ഡിയോഡുകൾ നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ.